ചേർന്ന് നമ്മുടെ കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏവരും നിറഞ്ഞ കൈയ്യടി നൽകാം. നമ്മുടെ സ്കൂളിലെ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൊയ്തു ഹാജി സാറാണ് ഇവിടെ നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മൊയ്തു ഹാജി സാറ് കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ചരിത്ര നിമിഷമാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടന കർമ്മമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾക്ക് കവർ ഡിസൈൻ ചെയ്ത പ്രശസ്ത കലാകാരൻ ആർട്ടിസ്റ്റ് സൈനുൽ ആബിദാണ് ഇവിടെ വേദിക്കരികിലുള്ള സ്ക്രീനിൽ നിന്നും റിബൺ കട്ട് ചെയ്ത ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി സൈനുൽ ആബിദ് സിദ്രയെ ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സൈനുൽ ആബിദാണ് ഇവിടെ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഏവരും നിറഞ്ഞ കൈയ്യടി നൽകാം. പരമ്പരാഗത പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ദൃശ്യ വിഷ്വൽ ആൻഡ് ഓഡിയോ മികവോടെ പഠിക്കാൻ കുട്ടികൾക്ക് ഈ സ്കൂൾ ഒരു അവസരം നൽകുകയാണ്. സങ്കീർണമായ വിഷയങ്ങൾ പോലും ആനിമേഷനിലൂടെയും വീഡിയോകളിലൂടെയും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയതാണ് ഈ ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം പദ്ധതി. അവിടെ സൈനുൽ ആബിദ് സിദ്ര ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് സൈനുൽ ആബിദ് ഉദ്ഘാടന കർമ്മ മന്ത്രി ഓണറബിൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വിശിഷ്ട അതിഥികളെ ഏറെ സ്നേഹത്തോടുകൂടി ഏറെ ബഹുമാനത്തോടുകൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് മണ്ണത്താങ്കണ്ടി MIP സ്കൂൾ ഉമർ ഹാജി മെമ്മോറിയൽ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മമാണ്. നമ്മുടെ സതതം സഹായമത്തീർപ്പകം തിരുമും നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഗത പ്രസംഗം നടത്താൻ വേണ്ടി ഹെഡ് മാസ്റ്റർ ഫാറൂഖ് സാറിനെ ഏറെ സ്നേഹത്തോടെ കൂടി ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ അവർ, പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളെ, ഏറെ അഭിമാനത്തോടെയാണ് നാം ഇവിടെ ഇരിക്കുന്നത്. മണ്ണത്താങ്കണ്ടി MLP സ്കൂൾ 1903 ആരംഭിച്ച് മനോഹരമായ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ മഹത്തായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട
ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ നിർവഹിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിലുള്ള നമുക്ക് ഏറെ ബഹുമാനമുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ സർ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വണ്ണത്താങ്കണ്ടി MLP സ്കൂൾ സ്ഥാപിതമായിട്ട് 123 വർഷം പഠിക്കേണ്ട സ്കൂളല്ല. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട്, അതാണ് നമ്മുടെ നാടിൻ്റെ പൂർവ്വകാല പോരാളികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ചോക്ലേറ്റ് നമ്മുടെ സ്കൂളിനെ മാറ്റണം. ഇന്ന് കുട്ടികൾ കുറവാണ്. ആ കുറഞ്ഞ കുട്ടികൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി നടത്താൻ നമുക്ക് പുതിയ കാലത്ത് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിലയിലും വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ള കഴിഞ്ഞ ഗവൺമെന്റിന്റെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് ശക്തനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് പുതിയ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ മുന്നേറ്റത്തെ നിലനിർത്തിക്കൊണ്ട് പുതിയ കാലത്തെ പാഠ്യപദ്ധതികളെ സമന്വയമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് കഴിഞ്ഞ കാല ശംസുദ്ദീൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഏവരും നിറഞ്ഞ കൈയ്യടി നൽകാം. ലെറ്റ്സ് വെൽക്കം അവർ honorable education minister Shamsuddin sir onto the stage. പഴക്കം ചെന്ന ഒരു വിദ്യാലയ മുത്തശ്ശിയുടെ അങ്കണത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. സ്കൂളിൻ്റെ റെക്കോർഡുകൾ പ്രകാരം 1903 ഈ പള്ളിക്കൂടം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 903 കഴിഞ്ഞ് 2003 100 കൊല്ലമായി. അവിടെ നിന്ന് ഇപ്പോൾ 26 123 കൊല്ലത്തെ പാരമ്പര്യം പേർന്ന ഒരു വിദ്യാലയം. സ്വാഭാവികമായും പഴയ കെട്ടിടമൊക്കെ മാറ്റി നാട്ടുകാർ ഉത്സാഹിച്ചു. ഇന്ന് ഈ പൊതുവിദ്യാലയത്തിന് വളരെ മനോഹരമായ ഒരു കെട്ടിടം, അത് നല്ല കാഴ്ചപ്പാടോടുകൂടി താഴെയും മുകളിലുമായി തൂണുകളിൽ നിന്ന് കുറച്ച് വിട്ട് ബാരിക്കേഡൊക്കെ സെറ്റ് ചെയ്ത് ഒരു LP സ്കൂളിനെ വളരെ സുരക്ഷിതമായി, എന്നാൽ ഏറ്റവും കാലഘട്ടത്തിനനുസൃതമായി പുനഃസംവിധാനിച്ച് നല്ലൊരു കെട്ടിടം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. ഞാൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഈ സന്ദർഭത്തിൽ നേരുകയാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ നമ്മൾ ഇങ്ങനെ ശാക്തീകരിച്ച് കൊണ്ടുപോകണം. സർക്കാർ സംവിധാനത്തിലും എയ്ഡഡ് സംവിധാനത്തിലും പ്രൈവറ്റ് മേഖലയിലുമൊക്കെ ഇന്ന് ധാരാളം നല്ല സ്കൂളുകളുണ്ട്. സർക്കാർ സംവിധാനങ്ങളെ തീർച്ചയായും വിദ്യാഭ്യാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു പദ്ധതിക്ക് ഈ സർക്കാർ വന്ന് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് 100 ദിവസത്തിനുള്ളിൽ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. മിനിയാന്ന് മലപ്പുറത്തായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ ഇനി വരാൻ പോവുകയാണ്. ഏതായിരുന്നാലും നമ്മൾ ഒന്നിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തണം. അപ്പോൾ അത് ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനോഹരമായ സ്കൂൾ കെട്ടിടം കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ വണ്ണത്താൻകണ്ടി MLP സ്കൂൾ
അവിടെ നിർമ്മിച്ച ഉമ്മർ ഹാജി മെമ്മോറിയൽ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്കൂൾ ഉമർ ഹാജി മെമ്മോറിയൽ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ എൻ ഷംസുദ്ദീൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണമാണ് ഇവിടെ മൊയ്തു ഹാജിക്ക നിർവഹിക്കുന്നത്. അടുത്തതായി ഉപഹാരം നൽകുവാൻ വേണ്ടി മന്ത്രിയെ ക്ഷണിക്കുവാൻ വേണ്ടി അഡ്വക്കേറ്റ് ഷുഹൈബ് തങ്ങൾ, KP ഖാദർ, തയ്യുള്ളതിൽ ഫാറൂഖ്, ജലീൽ TT, അഷ്റഫ് തിരുവങ്കലത്ത്, അനീഷ്, വിനോദൻ EG ഏവരും ക്ഷണിക്കുകയാണ്. ഇവരും നിറഞ്ഞ കൈയ്യടി നൽകാം. നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച നമ്മുടെ അഡ്വക്കേറ്റ് ഷുഹൈബ് തങ്ങൾ, അതുപോലെ തന്നെ KP ഖാദർ, തയ്യുള്ളതിൽ ഫാറൂഖ്, ജലീൽ TT, അഷ്റഫ് തിരുവങ്കലത്ത്, നമ്മുടെ കോൺട്രാക്ടർ അനീഷൻ, വിനോദ് EG ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ SSLC പരീക്ഷയിൽ മിന്നം വിജയം കൈവരിച്ച നൂറ ഫാത്തിമ, ശിവനന്ദ, അഹമ്മദ് റസൽ, പാർവണ എന്നീ പേര് വിളിക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. നൂറ ഫാത്തിമ, ശിവനന്ദ, അഹമ്മദ് റസൽ, പാർവണ, മുഹമ്മദ് ജാഹി, ദിലാറ, ഷെര ഫാത്തിമ, സിവാദ KP, വൈഗ ലക്ഷ്മി, മുഹമ്മദ് സൽമാൻ. +2 തലത്തിൽ ഉന്നത വിജയം കൈവരിച്ച ഐന ഫാത്തിമ അസ്ലം, ഹവ ജുമാന, നിഹാര, അതുപോലെ തന്നെ LSS വിജയി ഷസ ഫാത്തിമ. CA പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയ മുഹമ്മദ് സാഹിറിനെയും ഏറെ സ്നേഹത്തോടു കൂടി മൊമെൻ്റ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഏവരും നിറഞ്ഞ കൈയ്യടി നൽകാം. നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ സ്കൂളിനോട് വിട പറയുകയാണ്. നമ്മുടെ മന്ത്രിക്ക് നല്ല കൈയ്യടി കൊടുക്കട്ടെ എല്ലാവരും. താങ്ക് യു സോ മച്ച് അവർ ഓണറബിൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. അടുത്തതായി കുട്ടികൾക്ക് മൊമെൻ്റ് നൽകുന്നതിന് വേണ്ടി അനൂപ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. SSLC വിന്നർ നൂറ ഫാത്തിമ, ശിവനന്ദ, അഹമ്മദ് റസൽ പേര് വായിക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. നൂറ ഫാത്തിമ. അടുത്തതായി ശിവനന്ദ. നല്ല കൈയ്യടി കൊടുക്കുക. ശിവനന്ദ സ്റ്റേജിലേക്ക് Shirley